ഈ റാങ്കിങ് ആൻഡ് ഓർഡറിങ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് നോർമലി അറിയണ കാര്യം തന്നെ. ഇപ്പൊ ഇടതുവശത്ത് നിന്ന് കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടാവും, വലതുവശത്ത് നിന്ന് കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. അപ്പൊ ആ ഒരു സംഭവം, അല്ലെങ്കിൽ എന്താ മേലെന്ന് അല്ലെങ്കിൽ താഴെന്ന് ഒക്കെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു വരി ഇവിടുന്ന് ഏഴാമതാണ് എ എന്ന് പറയുന്ന ആള്, ലെഫ്റ്റിന് ഏഴാമതാണ് എ എന്ന് പറയുന്ന ആള്, റൈറ്റിന് ഇത്രാമതാണ് അല്ലെങ്കിൽ എട്ടാമതാണ് ഇയാള് തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ വരിയിൽ എത്ര ആൾക്കാരുണ്ടാവും? അതുപോലത്തെ ചോദ്യങ്ങൾ. അല്ലെങ്കിൽ മേലെന്ന് ആറാമതാണ് ഒരാള്, രാജു, താഴെന്ന് അയാള് പത്താമതാണ്, അങ്ങനെയാണെങ്കിൽ എത്ര ആൾക്കാരുണ്ടാവും? ഇതാണ് നമ്മുടെ റാങ്കിങ് ആൻഡ് ഓർഡറിങ്ങിൽ വരിക. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ടൈപ്പ്. പിന്നെ ഒരു ടൈപ്പ് എന്ന് പറയുമ്പോൾ എ ബിനേക്കാൾ വലുതാണ്, എന്നാ എ സിനേക്കാൾ ചെറുതാണ്. ഇതുപോലെ എ ബി സി ഡിനെ പറ്റി കുറച്ച് ആൾക്കാരെ പറ്റി തരും. എന്നിട്ട് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യും, എ ബി സി ഡി, എ ബി സി ഡി എന്ന് നമ്മൾ അറേഞ്ച് ചെയ്യും. അതിൽ ഏറ്റവും ഹൈറ്റ് ഉള്ളത് ആളാണോ അല്ലെങ്കിൽ ഏറ്റവും വെയിറ്റ് ഉള്ളത് ഏതാണോ, അങ്ങനെയാണ് നമ്മുടെ ഓർഡറിങ് ബേസ് ചെയ്ത് ചോദിക്കുക. ഇപ്പൊ നമ്മൾ ആദ്യം റാങ്കിങ് ആണ് ഡീൽ ചെയ്യാൻ പോണത്. ഈ കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ ഡാറ്റ ഉണ്ടാവും. അവർ പറയണ ഡാറ്റ വെച്ച് നമ്മൾ ആൾക്കാരെ അറേഞ്ച് ചെയ്യും. ഹൈറ്റ് ആണോ വെയിറ്റ് ആണോ എന്താണ് അത് വെച്ച് ചെയ്യും. ഇപ്പൊ റാങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ലെഫ്റ്റിൽ നിന്ന് ഇത്ര, റൈറ്റിൽ നിന്ന് ഇത്ര എന്നൊക്കെ പറയും. അതിൽ ആര് എവിടെയാണ് നിൽക്കണേ എന്ന് മാത്രം. അപ്പൊ നമുക്ക് എല്ലാ ചോദ്യത്തിനും ഇങ്ങനെ ഇരുന്ന് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെറിയ ഇക്വേഷൻ ട്രിക്സും യൂസ് ചെയ്യുന്നു മാത്രം. സിമ്പിൾ ആയിട്ട് പറഞ്ഞ റാങ്കിങ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യുക എന്നതാണ് ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്ന. ഒരാളുടെ പൊസിഷൻ, ആള് മേലെന്ന് എത്രാമതാണ് അല്ലെങ്കിൽ താഴെന്ന് എത്രാമതാണ്, ഓരോരുത്തരുടെയും പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യുക. വെറുതെ ഡെഫിനേഷൻ കണ്ടാൽ വിട്ടു. അപ്പൊ അതൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് പ്രോബ്ലങ്ങളിലേക്ക് കിടക്കാം. ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ ഇപ്പൊ ഇതിൽ എത്ര ആൾക്കാരുണ്ട് എന്ന് നമുക്ക് എണ്ണി നോക്കിയാൽ കിട്ടും. ശരിയാണ്, എണ്ണി നോക്കിയാൽ കിട്ടും. ഇപ്പൊ ഞാനിവിടെ ഈ പിങ്കിൽ വരച്ചിട്ടുള്ള ആളില്, ഈ പിങ്കിലുള്ള ആളില് ഇയാളുടെ റാങ്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോ ഇയാളുടെ റാങ്ക് 7 അല്ലേ? ഇയാളുടെ റാങ്ക് 7 ഇയാളുടെ റാങ്ക് റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോ എത്രയാ? ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇയാളുടെ റാങ്ക് 7 റൈറ്റ് സൈഡിൽ നിന്ന് ഇയാളുടെ റാങ്ക് എത്രയാ? 8. അപ്പൊ നിങ്ങൾ ഇതിൽ എത്ര ആൾക്കാരുണ്ടെന്നൊന്ന് എണ്ണി നോക്കി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 ആൾക്കാരേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ ഇപ്പുറത്തുനിന്ന് 7 കൂട്ടി നിൽക്കുക. അപ്പൊ നമ്മൾ ഇയാളെ ഒരു പ്രാവശ്യം എണ്ണത്തിൽ കൂട്ടി. ഇനി ഇതേ കൂടെ 8 കൂട്ടാൻ പറ്റില്ല, ഇനി 7 കൂട്ടാൻ പറ്റുള്ളൂ. കാരണം ഇയാൾ ഒരു പ്രാവശ്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. 2 പ്രാവശ്യം സെയിം ആൾ ഇൻക്ലൂഡ് ചെയ്താൽ നമ്മുടെ റാങ്ക് തെറ്റിപ്പോയില്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്നൊന്നും പറയണ്ട. ടി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ നമ്പർ ആണ്. ടി എന്ന് പറഞ്ഞ ടോട്ടൽ. എൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ റാങ്ക് ഫ്രം ലെഫ്റ്റ് സൈഡ്, ആർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രം റൈറ്റ് സൈഡ്. കോമൺ ആയിട്ട് 2 പ്രാവശ്യം ആഡ് ചെയ്യണോണ്ട് ഒരു 1 കുറയ്ക്കണം. ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനില്, ഇത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് വരാൻ പോണത് ലെഫ്റ്റിൽ നിന്ന് ഇയാളുടെ റാങ്ക് 7 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. റൈറ്റിൽ നിന്ന് ഇയാളുടെ റാങ്ക് 8 -1, 8 - 1 7, 7 7 14. അങ്ങനെയല്ലേ കറക്റ്റ് നമുക്ക് എണ്ണുമ്പോ 14 കിട്ടാം. അല്ലെങ്കിൽ എന്താ, ഇവിടെ 7 ഉണ്ട്, ഇപ്പുറത്തെ 8 ഉണ്ട്, അപ്പൊ 15 ആവില്ലേ? ഇപ്പൊ ഇതിന്നാണ് നമ്മൾ ആ ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കണേ. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഇനി ഈസിയാണ് പ്രോബ്ലം ചെയ്യൽ. കാരണം നമുക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്, പടം വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടൈം പോകും. അതുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ ഈക്വൽ ടു ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1, ഇത്രയേ ഉള്ളൂ. ഈസിയാണ്. അപ്പൊ നിങ്ങൾ ഈ പ്രോബ്ലങ്ങൾ ചെയ്യും. ഞാൻ മോഹൻ എന്നൊക്കെ ടൈപ്പ് ചെയ്തതിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും എന്തെങ്കിലും, അത് വിട്ടേക്ക്. നിങ്ങളെ ആൻസർ
കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഓഡിയോ ആയിട്ട് പറഞ്ഞാലും മതി. ആൻസർ എത്ര കിട്ടണേ? 34. ഞാൻ ചെയ്ത് കാട്ടണ്ടല്ലോ, ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കണം. നമുക്ക് ഈ ഒരു ലെവലിൽ ചോദ്യങ്ങൾ ഇനിയെ ചോദിക്കാറുള്ളൂ, വലിയ ടഫ് ചോദ്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്തൊന്നും ചോദിക്കാറില്ല. ടോട്ടൽ ഈക്വൽ ടു ലെഫ്റ്റ് പ്ലസ് റൈറ്റ് മൈനസ് 1. ലെഫ്റ്റിന്ന് 18, അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പുറത്ത് 17 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, -1 ചെയ്തു. ആൻസർ എന്ത് കിട്ടി? 34 കിട്ടി. ക്ലിയർ ആണല്ലോ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ്. കാരണം ഇപ്പൊ നമ്മളിത് പടക്കം വരച്ച് ചെയ്യാൻ ഒരുപാട് സമയം പോകും. ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് എന്താ, സിമ്പിൾ ആണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളെ ആൻസർ കിട്ടിയാ പറഞ്ഞു. ആൻസർ കിട്ടിയാ? ടോട്ടൽ ഈക്വൽ ടു ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1. നമുക്ക് ഒറ്റ ഇക്വേഷൻ ഉള്ളൂ, നമ്മൾ അത് തന്നെ എഴുതി. ടോട്ടൽ എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 20 ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയണതിന് തന്നെ എന്താക്കാം നമുക്ക്, ടോപ്പ് ബോട്ടം. അല്ലാണ്ട് ഇനി അതിന് വേറൊരു ഇക്വേഷൻ ഒന്നും എഴുതണ്ടല്ലോ. ആ ടോട്ടൽ ഈക്വൽ ടു ടോപ്പ് പ്ലസ് ബോട്ടം -1 എന്നൊന്നും ഇക്വേഷൻ എഴുതണ്ട, സെയിം തന്നെയാണ്. നമ്മളെന്താ, ലെഫ്റ്റിന് പകരം ആ ടോപ്പ് ഇട്ട് കൊടുക്കുക, റൈറ്റ് എത്രയാ നമുക്ക് അറിയില്ല, -1. ആൻസർ എത്ര കിട്ടിയേ? ആൻസർ കിട്ടിയാ? ഞാനിത് എഴുതിയത് മനസ്സിലായില്ലേ? ടോട്ടലിന് കഴിഞ്ഞ ചോദ്യത്തിൽ ടോട്ടൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു, ഇതില് ടോട്ടൽ തന്നു, ബോട്ടത്തിൽ നിന്നുള്ളത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ ബോട്ടത്തിന് പകരം നമ്മൾ റൈറ്റ് സൈഡ് ഇട്ടു. അപ്പൊ നമ്മള് സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഇത് ടോപ്പ്, ഇത് ബോട്ടം. നിങ്ങൾ തിരിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതിനെ ലെഫ്റ്റ് റൈറ്റ് എന്ന് തന്നെ പറയാലോ. ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കണ്ട, ഇത് ലെഫ്റ്റും ഇത് റൈറ്റും ആയില്ലേ. ഞാൻ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തു എന്ന് മാത്രം. അപ്പൊ നമുക്ക് വേറെ ഇക്വേഷൻ വേണ്ട, ഇത് തന്നെ മതി. ഇത് കിട്ടിയ ആൻസർ എല്ലാവർക്കും കിട്ടിയ? 50 - 20 30. ഈ -1 ഇങ്ങോട്ട് പോകുമ്പോ എന്താവും? 31 ആവും. എല്ലാവർക്കും കിട്ടിയില്ല? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തിട്ട് ആൻസർ പറ. പടമൊന്നും വരയ്ക്കണ്ട, നിങ്ങളുടെ ജസ്റ്റ് ആൻസർ ചെയ്താൽ മതി. ഡ്യൂറിംഗ് അസംബ്ലി, എല്ലാവരും ഞാൻ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വായിക്കാം. ഡ്യൂറിംഗ് അസംബ്ലി ദ സ്റ്റുഡൻസ് ആർ സ്റ്റാൻഡിങ് ഇൻ എ ലൈൻ. എല്ലാവരും ഒരു ലൈനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. മുരളി 21st ഇൻ ഓർഡർ. അപ്പൊ മുരളിയുടെ 21ാമതാണ് എന്ത്, 2 എൻഡിന്നും മുന്നീന്ന് ആള് 21, പിന്നീന്നും ആള് 21. അപ്പൊ ടോപ്പിന്നും ആളെന്താ 21, ബോട്ടത്തിന്നും ആള് 21. എത്ര, ഹൗ മെനി ബോയ്സ് ആർ ദർ ഇൻ ദ ക്ലാസ്, എത്ര ബോയ്സ് ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു എന്നതാണ് ചോദ്യം. അപ്പൊ ഇത് ഞാൻ ടോപ്പിന്റെ ടി ആണ്, ടോട്ടൽ അതായിട്ട് തെറ്റിരിക്കുക. ടോട്ടൽ ഈക്വൽ ടു എന്താ, 21 + 21 - 1, 42 - 1 41. നമ്മൾ ക്വസ്റ്റ്യൻ എക്സാം ഹാളിൽ ഇത് ചെയ്യുമ്പോ ഡ്യൂറിംഗ് അസംബ്ലി ഇതൊന്നും വായിക്കണ്ട. മുരളി 21st ഇൻ ദ ഓർഡർ ഫ്രം ബോത്ത് ഹാൻഡ്സ്. അപ്പുറത്തുനിന്ന് 21.
21+21 -1. ഈ ഒരു അപ്രോച്ചാണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ ക്വസ്റ്റ്യനും വായിക്കാൻ നിൽക്കരുത്. പേപ്പർ ലിംസിന്റെ ഒക്കെ ഇത് ബുക്ക്ലെറ്റ് പോലെ ആയിരുന്നു എന്നാ പറഞ്ഞത്. 40 പേജോ 48 പേജോ ഒക്കെ ഉണ്ട് കേട്ടെ. ഇതൊക്കെ ഇത് വായിക്കാൻ പോയാൽ എളുപ്പമല്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ വായിക്കാൻ പാടുള്ളൂ. ആൻസർ കിട്ടിയല്ലോ. സിമ്പിൾ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ. നമ്മൾ നോർമലി റാങ്ക് എന്ന് പറഞ്ഞാൽ മുന്നിൽ നിന്നുള്ള റാങ്ക് ആണ്. അപ്പൊ അമ്മുവിന്റെ റാങ്ക് എത്രാമതാണ് ക്ലാസ്സില്? 12ാമതാണ്. 31 പിള്ളേരുണ്ട്. വാട്ട് ഈസ് യുവർ റാങ്ക് ഫ്രം ലാസ്റ്റ്? പിന്നീട് എത്രാമതാണ് അമ്മുവിന്റെ റാങ്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ ഈക്വൽ ടു ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1. ഇക്വേഷൻ എഴുതാണ്ടാട്ടാ, ഞാൻ ജസ്റ്റ് കാട്ടണോട് പറഞ്ഞോന്നുള്ളൂ. മൊത്തത്തില് 31 പിള്ളേരുണ്ട്. ലെഫ്റ്റിന്ന് നമുക്ക് അമ്മുവിന്റെ റാങ്ക് 12 കൊടുക്കാം. റൈറ്റിൽ അറിയില്ല, -1 കൊടുക്കാം. 12 - 1 എന്താ? 11. 11 ഇവിടുന്ന് കുറയ്ക്കാം. ആൻസർ ഏതാ? ബി പറയാം. ക്ലിയർ ആണോ? എല്ലാവർക്കും ആൻസർ കിട്ടിയ? ഓക്കെ ആണല്ലോ. അപ്പൊ നെക്സ്റ്റ് പ്രോബ്ലം. ക്വസ്റ്റ്യൻ ഇങ്ങനെ പല രീതിയിൽ ചോദിക്കും. സംഭവം ചെയ്യേണ്ടതൊക്കെ എന്താ? സെയിം തന്നെ ആണ്. അമൃത അമൃത നിൽക്കണത് എത്രാമത്തെ ഫ്ലോറിലാ? 16ാമത്തെ ഫ്ലോറിലാ. നിങ്ങൾ പടം ഒന്നും വരച്ച് സമയം കളയണ്ട. 16ാമത്തെ ഫ്ലോറ്. അപ്പൊ അമൃത നിൽക്കണത് 16ാമത്തെ ഫ്ലോറിലാന്ന് പറഞ്ഞിട്ടുണ്ട്. മൊത്തം 28 ഫ്ലോർ ഉണ്ടെന്ന് പറഞ്ഞു. വാട്ട് ഈസ് പൊസിഷൻ ഫ്രം ടോപ്പ് ഓഫ്? അപ്പൊ മേലെന്ന് എത്രാമതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആസ് യൂഷ്വൽ കണ്ടുപിടിക്കാം. ടോട്ടൽ ഈക്വൽ ടു ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1. അപ്പൊ ടോട്ടൽ എത്രയുണ്ട്? 28 ഉണ്ട്. ലെഫ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 28 പ്ലസ് റൈറ്റ് -1 അല്ല 16. ഇവിടെ 16. 28 ഈക്വൽ ടു ലെഫ്റ്റ് എന്നുള്ളത് അല്ലെങ്കിൽ ടോപ്പ് എന്നുള്ളത് ഫ്രം ദ ബോട്ടം. ബോട്ടം ഓർ ടോപ്പ് നമുക്ക് എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 16 പ്ലസ് റൈറ്റ് -1. ആൻസർ എത്ര കിട്ടണേ? അപ്പൊ നമ്മള് 8ന്ന് 6 പോകുമ്പോ എത്ര വരാൻ പോകണല്ലോ? 2 വരാൻ പോകണല്ലോ. ഈ -1 ആഡ് ചെയ്യുമ്പോ എന്താ വരാൻ പോകണല്ലോ? ലാസ്റ്റ് ഡിജിറ്റ് 3 വരാൻ പോകണല്ലോ. ഇതാണ് ലാസ്റ്റ് ഡിജിറ്റ് അപ്രോച്ച്. ക്ലിയർ ആണോ? അല്ലെങ്കിൽ എന്താ, നമുക്ക് 28 -15 ചെയ്യാം. നമുക്കൊരു സ്റ്റെപ്പ് കൂടുന്നത്. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് നിങ്ങൾ ഇതിപ്പോ നിങ്ങൾക്ക് സിമ്പിൾ പ്രോബ്ലം ആയതുകൊണ്ട് ഓക്കെ. നമുക്ക് ഒരുപാട് പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ ഒരു പ്രോബ്ലത്തിന് ഒരു 5 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു 3 സെക്കൻഡോ കൂടുതൽ കിട്ടി. 5 സെക്കൻഡ് കിട്ടിയെന്ന് വെക്കുക. 20 പ്രോബ്ലം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 × 5 എത്ര? 100 സെക്കൻഡ് കിട്ടിയില്ലേ? 100 സെക്കൻഡിൽ 2 - 3 ക്വസ്റ്റ്യൻ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയണേ. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ വലിയ രസം തോന്നില്ല. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ഒരുപാട് അറ്റംപ്റ്റ് കൂട്ടാം, മാർക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കൂ.
In a row, Kamal is 18th from left hand. Rohan is 7th from left hand. Then how many persons are there between them? നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ആൻസർ. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് വരച്ചു നോക്കാം. ഇൻ എ റോ കമൽ കമൽ ഈസ് 18th ഫ്രം ലെഫ്റ്റ് ഹാൻഡ്. ഇവിടുന്ന് 18ാമതാണ് ആര്? കമൽ എന്ന് പറയുന്ന ആളുള്ളത്. ഈ ഇവിടെ ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഒരു ഈഫ് ഉള്ളൂ. ഇഫ് രോഹൻ ഈസ് 7th ഫ്രം ലെഫ്റ്റ് ഹാൻഡ്, അപ്പൊ ലെഫ്റ്റിൽ നിന്ന് തന്നെ രോഹൻ എത്രാമതാ? 7th ആണ്. ദെൻ ഹൗ മെനി പേഴ്സൺസ് ആർ ദർ ബിറ്റ്വീൻ ദം? അതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ? വരച്ചു നോക്കാം. 1 2 3 4 5 6 7 7 എന്ത് നമ്മുടെ രോഹന്റെ പൊസിഷൻ. അത് കഴിഞ്ഞാൽ 18ാമത്തെ പൊസിഷനാണ് കമലിന്റെ പൊസിഷൻ. 7 കഴിഞ്ഞു. 8 9 10 11 12 13 14 15 16 17 17 എന്ത്? കമൽ. ചോദിച്ചിട്ടുള്ളത് എന്താ? മറ്റേ ബിറ്റ്വീനിൽ എത്ര ആളുണ്ടെന്നാ. ഒരിക്കലും പോയിട്ട് കമലിനെ ആഡ് ചെയ്തിരിക്കോ? കമല് എക്സ്ക്ലൂഡഡ് ആണ്. കമൽ ഇല്ല. രോഹനും എന്താ? എക്സ്ക്ലൂഡഡ് ആണ്. ഇവരെ ഇടയിൽ എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചിട്ടുള്ളൂ. 2 4 6 8 9 ആൾക്കാര് ഇവരെ ഇടയിലുള്ളൂ. ഇത് ആൻസർ ക്ലിയർ ആണോ? ഞാൻ ആഡ് ചെയ്തതിലും തെറ്റിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടിയേ? ആഡ് ചെയ്ത മിസ്റ്റേക്ക് വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. കമല് 17 സർ, 18 17. ഓക്കെ. അപ്പൊ ആൻസർ 10 ആട്ടാ. 10 ആണ്. ഞാൻ ഒരെണ്ണം ആഡ് ചെയ്ത് തെറ്റിപ്പോയതാ. ഒരെണ്ണം വിട്ടുപോയി. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും വിട്ടാ നിങ്ങൾ പറഞ്ഞോളൂട്ടാ. നമ്മൾ ഇത് വരയ്ക്കണേന്റെ ഇതിൽ വിട്ടു പോണതാ. 1 2 3 4 7 കഴിഞ്ഞ 8 9 10 11 12 13 14 15 16 17 18. അപ്പൊ കമൽ എന്ന് പറയുന്നത് 18 ആണ്. ഇവിടെ 10 ആൾക്കാർ വരുന്നുണ്ട്. 3 6 ബാക്കി 4 10 ആൾക്കാരാണ് നമ്മളെ ആൻസർ വരുന്നത്. ആൻസർ ടി ആണ് വരുന്നത്. എനിക്ക് വരച്ചതിൽ ഒരെണ്ണം മിസ്സായി പോയതാ. ആൻസർ ക്ലിയർ ആണല്ലോ? 10 ആണ് ആൻസർ വരുന്നത്. എല്ലാവർക്കും കിട്ടിയല്ലോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കി. നകുൽ ഈസ് 8th റാങ്ക് ahead of രമ്യ. രമ്യയുടെക്കാൾ 8 റാങ്ക് മുന്നിലാണ് നകുൽ നിൽക്കുന്നത്. നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് ഒക്കെ സെയിം തന്നെയാണ്. പക്ഷെ ക്വസ്റ്റ്യനുകളിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ചേഞ്ചസ് വരും. അതിനനുസരിച്ച് എന്താ ചെയ്യുന്നത് നോക്കാം. നകുൽ ഈസ് 8th റാങ്ക് ahead of രമ്യ. രമ്യനേക്കാൾ 8 റാങ്ക് മുന്നിലാണ് നകുൽ നിൽക്കുന്നത്. ഹു റാങ്ക്സ് 26th? അപ്പോ രമ്യയുടെ റാങ്ക് എത്രയാ? 26th ആണ്. അപ്പൊ രമ്യനേക്കാൾ 8 റാങ്ക് എഹെഡ് ആണ് നകുല്. രമ്യനേക്കാൾ 8 റാങ്ക് എഹെഡ് ആണ് നകുല്. നകുലിന്റെ റാങ്ക് എത്രയാ വരുന്നേ? 18 അല്ലേ വരുന്നേ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയത് ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. രമ്യ 26 ആണ്. രമ്യനേക്കാൾ 8 റാങ്ക് എഹെഡ് ആണ് നകുല്. അപ്പൊ നകുലിന്റെ റാങ്ക് ലാസ്റ്റിന്ന് എത്രയാന്ന്? അപ്പൊ നകുലിന്റെ ഫ്രണ്ടിന്നുള്ള റാങ്ക് നമുക്ക് കിട്ടി. ടോട്ടൽ എത്രയാന്ന് നമുക്ക് കിട്ടി. അപ്പൊ പിന്നീന്ന് നകുൽ എത്രാമതാവും എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? നമ്മളെ ബേസിക് ഇക്വേഷൻ തന്നെ. ടോട്ടൽ ഈക്വൽ ടു എന്താ? ലെഫ്റ്റ് പ്ലസ് റൈറ്റ് മൈനസ് 1. ഇപ്പൊ ഇവിടെ എത്ര ആൾക്കാർ തന്നിട്ടുണ്ട്? 42 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മുന്നിൽ നിന്നുള്ള റാങ്ക് നമുക്ക് എത്ര എഴുതാം? 18 എഴുതാം.
റൈറ്റ് -1. ക്ലിയർ ആണോ? ആൻസർ എത്ര കിട്ടണ? ആൻസർ കിട്ടിണ്ടാവല്ലോ. ലാസ്റ്റ് ഡിജിറ്റ് 5 വരും. 25 തന്നെ ആൻസർ. എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവല്ലോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഈ രമ്യ നകുലൊന്നും ഇൻഡയറക്റ്റ് ആയിട്ട് ജസ്റ്റ് തന്നൊന്ന് മാത്രം, വേറെ വിഷയം ഒന്നുമില്ല. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കി. ഇൻ എ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ്. അപ്പൊ ക്ലാസ്സിൽ മൊത്തത്തിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു? 60 പേരുണ്ടായിരുന്നു. വേർ ഗേൾസ് ആർ ട്വൈസ്. ഞാൻ ഗേൾസ് എഴുതി, പിന്നെന്താ ബോയ്സ് എഴുതി. ബോയ്സിന്റെ ഇരട്ടയാണ് ഗേൾസ്. ഇങ്ങനെ എഴുതാലോ, ബോയ്സിന്റെ ഇരട്ടയാണ് ഗേൾസ്. അപ്പൊ ഓക്കെ. മോഹിത്ത് 15th ഫ്രം ടോപ്പാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ടോപ്പിന്ന് മോഹിത്ത് 15ാമതാണ് മോഹിത്ത്. There are 5 boys ahead of him. ഇതിലെന്താ 5 ബോയ്സ് ആളുള്ള മുന്നിലുണ്ട്. Then how many boys after മോഹിത്? ഇതിന് ശേഷം എത്ര ബോയ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തറിയില്ല, ബോയ്സ് എത്ര ആൾക്കാർ മൊത്തത്തിൽ ഉണ്ട് എന്ന് അറിയില്ല. അപ്പൊ ഈ ബോയ്സിന്റെയും ഗേൾസിന്റെയും റേഷ്യോ തന്നിട്ടുണ്ട് 1ഉം 2ഉം. അപ്പൊ ഈ 3 യൂണിറ്റ് അല്ലേ ഈ 60 എന്ന് പറയുന്ന നമ്പർ? 60 സ്റ്റുഡൻസ് ഉണ്ട്, ഇവരെ റേഷ്യോ 1:2 ആണ്. അപ്പൊ ഈ ടോട്ടൽ 1 + 2 എന്ന് പറയുന്ന 3 അല്ലേ 60. ഇവിടെ നിന്ന് എന്ത് കിട്ടി? 1 യൂണിറ്റ് എത്രയാന്ന് കിട്ടി? 20 ആണ് കിട്ടി. ബോയ്സ് എത്രയാന്ന് കിട്ടി? 20ഉം ഗേൾസ് എത്രയാ? 40. ഇത് നമ്മൾ പണ്ടാണെങ്കിൽ എങ്ങനെ എഴുതും? ബോയ്സിന്റെ അവിടെ എക്സ് എഴുതും, ഗേൾസിന്റെ അവിടെ 2x എഴുതും. x + 2x എന്താ? 3x ആണ് എന്ത്? 60. x ആണ് എന്ത്? 20. അപ്പോ എക്സിന്റെ അവിടെ എന്താവും? 20 ആവും. ബോയ്സ് ഗേൾസിന്റെ അവിടെ എന്താവും? 40 ആവും. എന്നിട്ട് നമ്മൾ ചെയ്യും. പക്ഷെ ഇവിടെ ചെയ്യുമ്പോഴത്തെ പ്രശ്നം, ഇവിടെ നമ്മളൊരു എക്സ് എഴുതി, ഇവിടെ നമ്മളൊരു എക്സ് എഴുതി, ഇവിടെ 3x എഴുതി, എക്സിന്റെ വാല്യൂ കണ്ടു. നമ്മൾ ഇത്രയും എക്സ് എഴുതി നമ്മുടെ സമയം നഷ്ടപ്പെടുത്താണ്. എന്തിനാ നമ്മൾ എക്സ് എഴുതാൻ പോണേ? ഇപ്പോ 3 യൂണിറ്റ് = 60, 1 യൂണിറ്റ് = 20. 3 യൂണിറ്റ് 60 ആണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 60/3. അപ്പൊ 1 യൂണിറ്റിന്റെ വാല്യൂ കിട്ടി, അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ഇത് ക്ലിയർ ആണോ? നിങ്ങൾ എക്സ് ഇട്ട് ശീലിച്ചവരാണോ എന്ന് അറിയാനാണ്. എക്സ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. ഓരോ പ്രാവശ്യം എക്സ് എഴുതുമ്പോൾ നമുക്ക് അത്രയും സമയം പോണോണ്ടാണ് എക്സ് ഉപയോഗിക്കാത്ത. കോമ്പറ്റീറ്റീവ് എക്സാമുകളൊന്നും എക്സ് ഉപയോഗിക്കാറില്ല. മാക്സിമം എക്സ് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് എക്സ് ഇല്ലാത്ത മെത്തേഡ്സ് യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഞാൻ എക്സ് ഇടാണ്ട് എഴുതിയതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്നാലേ ബാക്കി പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഡൗട്ട് ഉണ്ടോ എന്ന് പറയൂ. ഇല്ല സർ, മനസ്സിലായി. ക്ലിയർ ആണല്ലോ? അപ്പൊ ബോയ്സ് മൊത്തത്തില് 20 ആൾക്കാരുണ്ട് എന്ന് നമുക്ക് ക്ലിയർ ആയി. ഇപ്പൊ അതില് 5 ബോയ്സ് ആളുടെ മുന്നിലുണ്ട്, മോഹിത്തിന്റെ മുന്നിലുണ്ട്. മോഹിത്ത് എന്ന് പറയുന്നത് 6ാമത്തെ ആളാണ്. ഇനി ബാക്കി എത്ര ബോയ്സ് പിന്നിലുണ്ടാവും? 14 അല്ലേ? ഇവിടെ 6 ബോയ്സ് മൊത്തത്തിൽ പോയില്ലേ? 5 ബോയ്സും മുന്നിൽ 5 ബോയ്സ് ഉണ്ട്, ഒരു മോഹിത്തും ഉണ്ട്. അപ്പൊ 6 ബോയ്സ് പോയി, ബാക്കി എത്ര ബോയ്സ് ഉള്ളൂ?
14 ബോയ്സ് ഉള്ളൂ. കാരണം ടോട്ടൽ എന്താ 20. ആൻസർ കിട്ടിയല്ലോ 14. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് അറിയണ ഡാറ്റകൾ വെച്ച് തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇവര് ഷിഫ്റ്റ് ചെയ്തൊക്കെ ചോദിക്കും. അതിൽ ഡൗട്ട് ആവരുത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. ഇനി എന്ന് പറയണതേ ഈ മാക്സിമം മിനിമം ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ബിറ്റ്വീനില് കുറച്ച് ആൾക്കാർ വരും. സിമ്പിൾ ആയി പറഞ്ഞ ബിറ്റ്വീൻ ഇപ്പോ രണ്ടാൾക്കാരുടെ ഇടയിൽ കുറച്ച് ആൾക്കാരുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറയും. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇനി നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ബിറ്റ്വീന്റെ ഒരു കോൺസെപ്റ്റ്. അപ്പൊ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ മാക്സിമം കേസ്. ഇപ്പൊ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ നിൽക്കണം. ഇപ്പൊ ഒരാളുടെ പൊസിഷൻ 8ാമതാണ്. ആസ് യൂഷ്വൽ ലെഫ്റ്റിൽ നിന്ന് ഒരാളുടെ പൊസിഷൻ 8ാമതാന്ന് പറയും. വേറെ ഒരാളുടെ പൊസിഷൻ ഇപ്പൊ ഞാൻ വരച്ചത് പ്രകാരം 7ാമതാന്ന് പറയും. ഇൻ ബിറ്റ്വീൻ രണ്ടാൾക്കാരുണ്ട്. എന്ന് പറയും. ടോട്ടൽ എത്ര ആൾക്കാരുണ്ടെന്ന് കണ്ടുപിടിക്കണം. നോർമലി ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരച്ച് കണ്ടുപിടിക്കാം. നമ്മൾ എക്സാം ഹാളിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി എന്താ ടോട്ടൽ ഈക്വൽ ടു ലെഫ്റ്റ് പ്ലസ് റൈറ്റ് പ്ലസ് ബിറ്റ്വീൻ ഉള്ളത് നമ്മളൊരു ഇക്വേഷൻ പോലെ എഴുതും. ക്ലിയർ ആണോ? ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഇയാളുടെ പൊസിഷൻ എന്ന് പറഞ്ഞ ഇവിടെ എന്താ ഇപ്പൊ നമുക്ക് ടോട്ടൽ എത്ര ആൾക്കാരുണ്ട് നമുക്കിപ്പോ ഇത് വേണമെങ്കിൽ എണ്ണി നോക്കാം. 1 2 ഇവിടെ 8 ഇവിടെ 9 10 പിന്നെ 11 12 13 14 15 16 17. ഇതേ സമയം നമുക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇതിങ്ങനെ ആഡ് ചെയ്ത് അപ്പൊ ക്വസ്റ്റ്യനിൽ ഈ പറയുന്ന ഡാറ്റകൾ ഇരുന്ന് വരച്ച് ഇരുന്ന് നമ്മുടെ സമയം പോവും. ലെഫ്റ്റിന്ന് 8ാമത്, റൈറ്റിന്ന് 7ാമത്, ബിറ്റ്വീനില് രണ്ടാൾക്കാർ. അപ്പൊ നമുക്ക് ഇത് ഒറ്റയടിക്ക് ആൻസർ എന്ത് കിട്ടി? 17 കിട്ടി. ഇതിനാണ് നമ്മൾ ഈ ഒരു ഇത് പഠിച്ചു വെക്കണം. ക്ലിയർ ആണല്ലോ? ലെഫ്റ്റ് പ്ലസ് നേരത്തെ സംഭവം തന്നെ ഇവിടെ എന്താ ബിറ്റ്വീൻ വരും. അപ്പൊ നമ്മൾ ആ ബിറ്റ്വീനിലുള്ള സംഭവം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണു എന്ന് മാത്രം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി മിനിമം കേസ് അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് കണ്ടീഷൻ. ഓവർലാപ്പിംഗ് കണ്ടീഷൻ ഓവർലാപ്പ് ഉണ്ടാവും. അപ്പൊ ടോട്ടൽ ആൾക്കാരെക്കാൾ കൂടുതലായിരിക്കും ലെഫ്റ്റ് പ്ലസ് റൈറ്റ് എന്ന് പറയുമ്പോൾ. കാരണം കുറച്ചെണ്ണം എന്താ ഓവർലാപ്പ് ചെയ്യും. അപ്പൊ ഈ ഒരു ചോദ്യമാണ് വിചാരിക്കുക. ഇതിപ്പോ ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. അപ്പൊ ഒരാളുടെ പൊസിഷൻ ലെഫ്റ്റിൽ നിന്ന് 12ാമതാണ്. ലെഫ്റ്റിൽ നിന്ന് 12ാമതാണ്. റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ 9ാമതാണ്. റൈറ്റിൽ നിന്ന് 9ാമതാണ്. ഇൻ ബിറ്റ്വീൻ രണ്ടാൾക്കാരുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളിത് ആഡ് ചെയ്യാന്ന് വിചാരിക്കുക. ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21. ഇപ്പൊ നമ്മൾ ഡയറക്ട്ലി നമ്മളെ നോർമൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോണെ? ഇപ്പൊ ലെഫ്റ്റിന്ന് 12ാമതാ റാങ്ക് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഈ 4 ആൾക്കാർ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തു. ഇനി റൈറ്റിൽ നിന്ന് 9ാം റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 പേരെ വീണ്ടും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ഇവിടെ ഡബിൾ കൗണ്ടിങ് വന്നു. ഈ ഡബിൾ കൗണ്ടിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ ഡബിൾ കൗണ്ടിങ് വരുമ്പോ നമ്മുടെ ആൻസർ എന്താ തെറ്റിപ്പോവും. അതെല്ലാവർക്കും ആ ഒരു ലോജിക്ക് ക്ലിയർ ആണല്ലോ? ഇവിടെ 4 ആഡ് ചെയ്ത് ഇവിടെ 4 ആഡ് ചെയ്താൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. അതിനു വേണ്ടി ആദ്യം നമ്മൾ ലെഫ്റ്റിന്നുള്ളവരെ പ്ലസ് ചെയ്യും, റൈറ്റിന്നുള്ളവരെ പ്ലസ് ചെയ്യും, ബിറ്റ്വീനിലുള്ളവരെ സബ്സ്ട്രാക്ട് ചെയ്യും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഒരു ഇക്വേഷൻ ഫോർമാറ്റിൽ എഴുതാനാണിത്. ഇപ്പൊ നമുക്കിത് നോർമൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ നമുക്കിത് എന്താ നമ്മൾ എത്ര കുറയ്ക്കും? ഈ രണ്ടാളെയും കുറയ്ക്കും, ഈ രണ്ടാളെയും കുറയ്ക്കും. പക്ഷെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലും ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊരു ഇക്വേഷൻ ഫോർമാറ്റിലേക്ക് ആക്കണം. ടോട്ടൽ ഈക്വൽ ടു ലെഫ്റ്റ് പ്ലസ്
റൈറ്റ് മൈനസ് ബിറ്റ്വീൻ -2 എല്ലാവരും ഉള്ളതാണ്. അത് ഇവത്തും ഇതും ഡബിൾ കൗണ്ടിങ് വരുമ്പോൾ ഒഴിവാക്കാൻ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ ഈ കേസിൽ 2 എണ്ണാവാം, അടുത്ത കേസിൽ 3 എണ്ണാവാം, 4 എണ്ണാവാം. എല്ലാവരും യൂസ് ചെയ്യാനാണ് എന്ത്, നമ്മൾ ബിറ്റ്വീൻ യൂസ് ചെയ്യണം. ഈ ഒരു സംഭവം ക്ലിയർ ആണല്ലോ. ചില ക്വസ്റ്റ്യനിൽ പറയും മാക്സിമം കേസാണ് അല്ലെങ്കിൽ മിനിമം കേസാന്ന് പറയും. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു 90% ചോദ്യം മാക്സിമത്തിന്റെ കേസാവും, ഓവർലാപ്പിംഗ് ഇല്ലാത്തതായിരിക്കും. ഇനി വൺ സപ്പോസ് നമ്മൾ മാക്സിമത്തിൽ ചെയ്തു, ഓപ്ഷനിൽ ഉത്തരം ഒന്നും ഇല്ലെങ്കിൽ പിന്നെ മിനിമത്തേക്ക് ചെയ്താൽ മതി. മിനിമം ചോദിക്കല് റയർ ആണ്, വളരെ റയർ ആയിട്ട് ചോദിക്കാറുള്ളൂ. നമുക്ക് ഇക്വേഷൻ ഒക്കെ മനസ്സിലായ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? നമുക്ക് അടുത്ത പ്രോബ്ലങ്ങളിലേക്ക് പോവാം. ഇതിന്റെ ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലങ്ങൾ ചെയ്യാം. ഇത് ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലങ്ങൾ ചെയ്യാം.